ലെബനൻ അതിർത്തിയിൽ ഇസ്രയേലും ഹിസ്ബുള്ളിയും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഇസ്രയേൽ പ്രതിരോധ സേനയെ നടുക്കുന്ന പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. ദക്ഷിണ ലെബനനിൽ കാവൽ നിൽക്കുകയായിരുന്ന ഇസ്രയേലിന്റെ കരുത്തുറ്റ മെർക്കാവ ടാങ്കിന് നേരെ നടന്ന ചാവേർ ഡ്രോൺ അതിശക്തമായ പ്രഹരമേൽപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. യുദ്ധഭൂമിയിലെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും മാറുന്ന യുദ്ധതന്ത്രങ്ങളും ഈ വീഡിയോയിലൂടെ വെളിവാകുന്നുണ്ട്. ടാങ്കിന്റെ ഏറ്റവും സുപ്രധാന ഭാഗമായ മുകൾ ഭാഗത്തെ തുറന്ന ഭാഗത്തേക്ക് ഡ്രോൺ നേരിട്ട് ചെന്ന് ഇടിക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. തൊട്ടു പിന്നാലെ വലിയൊരു സ്ഫോടനം സംഭവിക്കുന്നതും തീജ്വാലകൾ ഉയരുന്നതും മറ്റൊരു ഡ്രോൺ ആകാശത്ത് നിന്ന് പകർത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയോ ഇത് കൃത്യമെന്ന് നടന്നതാണെന്നോ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഹിസ്ബുള്ളിയുടെ പ്രഹരശേഷി വർദ്ധിച്ചുവെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഒറ്റ ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ള പുറത്തുവിടുന്ന രണ്ടാമത്തെ ഡ്രോൺ ആക്രമണ ദൃശ്യമാണിത് എന്നാണ് ശ്രദ്ധേയം. നേരത്തെ ഇസ്രയേലിന്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് സമീപം മറ്റൊരു ഡ്രോൺ പതിക്കുന്ന ദൃശ്യങ്ങളും അവർ പ്രചരിപ്പിച്ചിരുന്നു. അതിർത്തിയിൽ സൈനികർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ലോ സിഗ്നേച്ചർ ഡ്രോണുകളാണ്. വളരെ താഴ്ന്നു പറക്കുന്നതും റഡാറുകളുടെ കണ്ണിൽ പെടാത്തതുമായ ഇത്തരം ഡ്രോണുകളെ കണ്ടെത്തുക എന്നത് ഇസ്രയേൽ സൈന്യത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്ന് മാറി ആകാശത്ത് നിന്നുള്ള ഈ അദൃശ്യ ആക്രമണങ്ങൾ സൈനികരുടെ മാനസിക വീര്യത്തെയും ബാധിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ഏറ്റവും സുരക്ഷിതമായ ടാങ്കുകളിൽ ഒന്നായാണ് മെർക്കാവി അറിയപ്പെടുന്നത്. എന്നാൽ ഒരു ചെറിയ ചാവേർ ഡ്രോൺ ഉപയോഗിച്ച് അത്തരം വലിയ യുദ്ധവിമാനങ്ങളെയും ടാങ്കുകളെയും തകർക്കാൻ കഴിയുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ വലിയൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഹിസ്ബുള്ളിയുടെ ഈ നീക്കം വെറുമൊരു ആക്രമണമല്ല, മറിച്ച് ഇസ്രയേലിന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. അതിർത്തി കടന്നുള്ള ഏത് നീക്കത്തെയും തങ്ങൾ ആകാശത്ത് നിന്ന് നേരിടുമെന്നാണ് അവർ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അയൺ ഡോമിനെ പോലെയുള്ള പ്രതിരോധ കവചങ്ങളെ പോലും കബളിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ പുതിയ ഡ്രോണുകൾ. റേഡിയോ തരംഗങ്ങൾക്ക് പകരം നൂതനമായ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി അവയെ തടസ്സപ്പെടുത്താൻ ഇസ്രയേലിന് സാധിക്കുന്നില്ല. യുദ്ധഭൂമിയിലെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുന്നുണ്ടെന്നാണ് രണ്ടാമത്തെ ഡ്രോൺ പകർത്തിയ സ്ഫോടന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അവർ ഓരോ ആക്രമണവും നടത്തുന്നത്. ഈ സംഭവ വികാസങ്ങൾ ദക്ഷിണ ലെബനനിലും വടക്കൻ ഇസ്രയേലിലും വലിയ തോതിലുള്ള അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും എവിടെ നിന്നും ഒരു ആക്രമണം ഉണ്ടാകാമെന്ന അവസ്ഥ സൈനികരെ ജാഗരൂകരാക്കുന്നു. ആഗോളതലത്തിൽ തന്നെ ഈ ഡ്രോൺ യുദ്ധം ചർച്ചയാവുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കണ്ടതുപോലെ വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് കോടികൾ വിലമതിക്കുന്ന യുദ്ധോപകരണങ്ങൾ തകർക്കുന്ന രീതി ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു. ഇസ്രയേൽ സൈന്യം ഇതിനോടകം തന്നെ അതിർത്തിയിൽ തങ്ങളുടെ വ്യോമാക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളിയുടെ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ പ്രധാനമായും ആക്രമണങ്ങൾ നടക്കുന്നത്. എന്നാൽ മൊബൈൽ യൂണിറ്റുകൾ ഉപയോഗിച്ച് ഡ്രോണുകൾ വിക്ഷേപിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് ഒളിപ്പോര് തുടരാൻ സഹായകമാകുന്നു. ലെബനൻ അതിർത്തിയിലെ ഈ നിഴൽ യുദ്ധം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വളരുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ഓരോ ദിവസവും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. മെർക്കാവ ടാങ്ക് തകർന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഇസ്രയേൽ അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള സൈബർ യുദ്ധവും മുറുകിയിട്ടുണ്ട്. പ്രൊപ്പഗണ്ട യുദ്ധത്തിന്റെ ഭാഗമായും ഇത്തരം വീഡിയോകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഹിസ്ബുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രചാരണ വിജയമാണ്. ഇറാൻ നൽകുന്ന സാങ്കേതിക സഹായമാണ് ഹിസ്ബുള്ളിയെ ഇത്രത്തോളം കരുത്തരാക്കുന്നത് എന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. തങ്ങളുടെ അതിർത്തിയിൽ ഇറാൻ ഒരു രണ്ടാം മുൻനിര തുറന്നിരിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈനിക വിശകലന വിദഗ്ധർ പറയുന്നത് ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നാണ്. ഡ്രോണുകളെ തകർക്കാൻ ശേഷിയുള്ള ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ എത്രയും വേഗം യുദ്ധഭൂമിയിൽ എത്തിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ പലായനം ചെയ്യുന്നത് തുടരുകയാണ്. ഇരുഭാഗത്തും സാധാരണക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഡ്രോണുകൾ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. ഹിസ്ബുള്ളിയുടെ പക്കൽ ഇനിയും ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ യുദ്ധം കേവലം ഭൂമിയിലല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ ആകാശത്താണ് ഇപ്പോൾ നടക്കുന്നത്. ആര് കൂടുതൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുവോ അവർക്ക് യുദ്ധഭൂമിയിൽ മേൽക്കൈ ലഭിക്കും.
ഈ ദൃശ്യങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഒരു ചെറിയ ഡ്രോൺ സ്ഫോടനം വലിയൊരു പ്രാദേശിക യുദ്ധത്തിന് കാരണമാകുമോ എന്നാണ് ലോകം ഭയക്കുന്ന പ്രധാന ചോദ്യം. ഹിസ്ബുള്ളയുടെ ചാവേർ ഡ്രോൺ ആക്രമണം ഇസ്രയേലിന്റെ സുരക്ഷാ കവചങ്ങളിൽ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ്. മെർക്കാവ ടാങ്കുകൾക്ക് നേരെയുള്ള ഈ കടന്നാക്രമണം വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ സൂചന മാത്രമാണ്.